Meet the editors. അതൃപ്തർ അനേകമോ എന്നാണ് ചോദ്യം. നമുക്കിപ്പം പിയ സുനിൽ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ വഴി നമുക്കൊപ്പം ഉണ്ട്. പിയ സുനിൽ, ഗുഡ് ഈവനിങ്. പിയ സുനിൽ, ഒരു ജംബോ കമ്മിറ്റിയാണ് പുറത്തു വന്നത്. പുറത്തു വന്നേക്കുന്നതിൻ്റെ കണക്ക് മാത്രം എടുത്തു നോക്കിയാൽ മുൻപുണ്ടായിരുന്ന രാഷ്ട്രീയകാര്യ സമിതിയിലെ 36 ഇപ്പോഴുള്ള 6 കൂടി ചേർത്ത് 42, ജനറൽ സെക്രട്ടറിമാർ 58. അപ്പോൾ തന്നെ സെഞ്ചുറി അടിച്ചു. പിന്നെ വൈസ് പ്രസിഡന്റുമാർ, ഇനി സെക്രട്ടറിമാർ വരാനിരിക്കുന്നു. മൊത്തം കൂടി ഒരു 200 പേരോളം വരും KPCCയുടെ പുനഃസംഘടനയിലെ പുതിയ മുഖത്തിന്. പക്ഷേ അങ്ങനെ വരുമ്പോഴും അതൃപ്തി ഏറുകയാണോ എന്നുള്ളതാണ് ചോദ്യം. പിയ സുനിൽ, ഈ കോൺഗ്രസിന്റെ ഓരോ പരിപാടികൾ നമ്മൾ പരിഹസിച്ച് പറയാറുണ്ടല്ലോ. കാരണം വേദിയിൽ സദസ്സിലുള്ള ആളുകളെക്കാൾ കൂടുതൽ കസേരകൾ വേദിയിലുണ്ടാകും. വേദിയിലായിരിക്കും തിക്കും തിരക്കും ഉണ്ടാകുക. ചിലപ്പോൾ കേൾക്കാൻ ആളില്ലെങ്കിൽ പോലും അത് പലപ്പോഴും കോൺഗ്രസിന്റെ പല പരിപാടികളും അത്തരത്തിലൊക്കെ തന്നെ ഈ തമാശകളിലൊക്കെ തന്നെ ഉയർന്നു കേട്ടിട്ടുണ്ടല്ലോ. കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ആൾക്കൂട്ടമാണ് എന്നാണല്ലോ നമ്മൾ പറയാറ്. ഒരു കേഡർ പാർട്ടിയല്ല കോൺഗ്രസ്. സ്വാഭാവികമായും കോൺഗ്രസിൽ ഇത്തരത്തിലുള്ള അതൃപ്തിയും എതിർപ്പും തമ്മിലടിയും ഒക്കെ തന്നെ കോൺഗ്രസ് ഉള്ള കാലത്തോളം കോൺഗ്രസിനൊപ്പം നടക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനിപ്പോ ഏതെങ്കിലും കമ്മിറ്റിയുടെ കാര്യമായിക്കോട്ടെ, ഇനിയിപ്പോ ഭാരവാഹികളുടെ കാര്യമായിക്കോട്ടെ, ഇനിയിപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നിയമസഭാ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, അതുപോലെ ലോക്സഭാ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, ഏത് കാര്യത്തിലും പൂർണ്ണ സംതൃപ്തിയിൽ ഒരു സംവിധാനവും കോൺഗ്രസിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ചരിത്രമേ ഇല്ല. കേരളത്തിന്റെ സാഹചര്യം എടുത്താൽ നമ്മൾ കേരളത്തിൽ ഇനിയിപ്പോൾ ലീഡറിന്റെ കാലം മുതൽ നോക്കിയാൽ, ആന്റണിയുടെ കാലം മുതൽ നോക്കിയാൽ എല്ലാ കാലത്തും ഏതൊക്കെ തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ തീരുമാനത്തിനെതിരെയുള്ള ശബ്ദമുയർന്നിട്ടുണ്ട്. വലിയ സംഘർഷമായി മാറിയ കാഴ്ചയൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നും ഒരു പുതിയ സംഗതിയല്ല എന്നാണ് ആദ്യമായി തന്നെ എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഈ KPCC വൈസ് പ്രസിഡന്റ് പട്ടികയിലുള്ള ശരത് ചന്ദ്ര പ്രസാദ്, നമുക്കറിയാം ലീഡറിന്റെ കാലത്ത് സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ കാഴ്ചയൊക്കെ തന്നെ കേരള രാഷ്ട്രീയത്തിന് മുമ്പിലുണ്ട്. അത്തരം ദൃശ്യങ്ങളൊക്കെ തന്നെ നമുക്കൊരിക്കലും മറക്കാനാകില്ല. അതൊക്കെ ഈ കേരള രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ഇതൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യം തുടർന്നു പോകുന്നുണ്ട്. ഏതായാലും പക്ഷേ ഇത്തവണത്തെ ഈ KPCCയുടെ ഭാരവാഹി പട്ടികയായിക്കോട്ടെ, ഇനിയിപ്പോ യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനമായിക്കോട്ടെ, ഇക്കാര്യത്തിലൊക്കെ തന്നെ ദേശീയ നേതൃത്വത്തിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഈ KPCC ഭാരവാഹി പട്ടികയിൽ വൈസ് പ്രസിഡന്റുമാരുടെ എണ്ണം നേരത്തെ തീരുമാനിച്ചത് 14 എണ്ണമായിരുന്നു. അത് 14 എണ്ണം 13 ചുരുങ്ങിയതിനൊരു പ്രത്യേക സാഹചര്യമുണ്ട്. അതായത് ഈ പട്ടിക വരാനിരുന്ന ദിവസം രാവിലെ ചാണ്ടി ഉമ്മൻ ഒരു പ്രസ്താവന നടത്തുകയായിരുന്നു. ആ പ്രസ്താവന എന്നത് തന്നെ ഒരു പ്രധാന സ്ഥാനം, ദേശീയ യൂത്ത് കോൺഗ്രസിന്റെ ഒരു ദേശീയ സ്ഥാനത്ത് നിന്ന് തന്റെ പിതാവിന്റെ ഓർമ്മ ദിവസം തന്നെ മാറ്റി എന്നൊരു വൈകാരികമായ ഒരു പ്രസ്താവന നടത്തി. യഥാർത്ഥത്തിൽ ആ 14ാമത്തെ പേര് ചാണ്ടി ഉമ്മനായിരുന്നു. അപ്പോൾ ആ ഒരു പ്രസ്താവന നടത്തിയതിന് പിന്നാലെയാണ് ചാണ്ടി ഉമ്മനെ ആ 14 പേരടങ്ങുന്ന ആ വൈസ് പ്രസിഡന്റുമാരുടെ പട്ടികയിൽ നിന്ന് എടുത്തു മാറ്റി ആ എണ്ണം 13 ചുരുക്കി. അത് കൃത്യമായൊരു മെസ്സേജാണ്. ഇന്ന് ചാണ്ടി ഉമ്മൻ ആ ഒരു അഭിപ്രായം പറഞ്ഞത് അല്പം വൈകാരികമായി പോയി, അല്പം തെറ്റുപറ്റി, അക്കാര്യത്തിൽ ഒരു തെറ്റുപറ്റി എന്നൊക്കെ പറഞ്ഞ് ചാണ്ടി ഉമ്മൻ ഇന്ന് രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ്. പിന്നെ ഇപ്പോൾ ഈ പട്ടികയുമായി ബന്ധപ്പെട്ട് എതിർപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത് K സുധാകരനാണ്. രണ്ടാമത്തത് K മുരളീധരനാണ്. രണ്ടുപേർക്കും അതിൽ അഭിപ്രായം പറയാനും വിയോജിപ്പ് പറയാനും അവകാശമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം K സുധാകരൻ KPCC അധ്യക്ഷനായിരുന്ന സമയത്ത് സുധാകരനെ KPCC അധ്യക്ഷനായി കൊണ്ടുവരുമ്പോൾ കേരളത്തിലെ പാർട്ടിയുടെ നേതൃത്വം യുവനിരയിലേക്ക് മാറുന്നു എന്നൊക്കെയായിരുന്നു അന്നത്തെ വലിയ ചർച്ചകൾ. പക്ഷേ സുധാകരനാണ് പിന്നീട് PCC അധ്യക്ഷനായി വന്നത്. PCC അധ്യക്ഷനായി വന്ന ശേഷം കേരളത്തിലെ കോൺഗ്രസിൽ ഇല്ലാത്ത പ്രശ്നങ്ങളില്ല, സുധാകരൻ ഇല്ലാത്ത പ്രശ്നങ്ങളില്ല. സുധാകരനും പിന്നീട് പ്രതിപക്ഷ നേതാവായ VD സതീശനും തമ്മിൽ പരസ്യമായ അടി, ഇതൊക്കെയായിരുന്നു പിന്നീട് കണ്ടത്. സ്വന്തം താനൊരു ആരോഗ്യമുള്ള ആളാണ് എന്ന് തെളിയിക്കാനായി സുധാകരന് ജിമ്മിലൊക്കെ പോകുന്നതിന്റെ വീഡിയോ പ്രചരിപ്പിക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് സുധാകരനെ പോലും അദ്ദേഹത്തിന്റെ താല്പര്യം പോലും കണക്കിലെടുക്കാതെയാണ് അദ്ദേഹത്തെ PCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത്. ഇനി K മുരളീധരന്റെ കഥയെടുക്കാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ സുരക്ഷിതമായി വടകരയിൽ നിന്ന് K മുരളീധരനെ നേരെ തൃശൂരിലേക്ക് അടിക്കുന്നു. വടകരയിലേക്ക് പാലക്കാട്ടെ MLA ആയ ഷാഫി പറമ്പലിനെ രാജിവെപ്പിച്ച് വടകരയിലേക്ക് കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നു.
കെ മുരളീധരനെ വളരെ വൃത്തിയായി തോൽപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ രണ്ട് നേതാക്കൾക്കും വളരെ ശക്തമായി തന്നെ ഈ വിഷയത്തിൽ വിയോജിപ്പുകൾ രേഖപ്പെടുത്താനുള്ള എല്ലാ അവകാശവുമുണ്ട്. ഏതായാലും ഇപ്പോൾ നേരത്തെയുള്ള ഗ്രൂപ്പ് സമവാക്യമല്ല കേരളത്തിലുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ലീഡറുടെ കാലത്തിന് ശേഷം, ആന്റണിയുടെ കാലത്തിന് ശേഷം, പിന്നീട് ഉമ്മൻചാണ്ടി കാലത്തിന് ശേഷം യഥാർത്ഥത്തിൽ വരേണ്ടിയിരുന്നത് രമേശ് ചെന്നിത്തലയുടെ ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ ഇടതുപക്ഷത്തിന് തുടർഭരണം കിട്ടിയതോടുകൂടി ആ ഒരു സാധ്യത രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടാതെ പോയി. അവിടെ നിന്ന് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയൊരു ചിത്രം വരയ്ക്കപ്പെടുകയാണ്. ഏതായാലും ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയം നിയന്ത്രിക്കുന്നത് കെ സി വേണുഗോപാൽ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പുതിയൊരു ഗ്രൂപ്പ് സമവാക്യം കേരളത്തിൽ രൂപപ്പെട്ടു വരികയാണ്. ആ രൂപപ്പെട്ടു വരുന്ന ആ ഗ്രൂപ്പ് സമവാക്യത്തിന്റെ ഭാഗമായി തന്നെയാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ഓരോ തീരുമാനങ്ങളും ഉണ്ടാകുന്നത്. ആ തീരുമാനങ്ങൾക്കെതിരെ എന്തെങ്കിലും ശക്തമായൊരു നിലപാട് സ്വീകരിച്ചാൽ തീർച്ചയായും ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ KPCCയുടെ ഭാരവാഹി പട്ടികയിലെ വൈസ് പ്രസിഡന്റുമാരുടെ എണ്ണം 14 നിന്ന് 13 ചുരുങ്ങിയതുപോലെയുള്ള തീരുമാനങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാമെന്നുള്ള ശക്തമായ സന്ദേശം ഏതായാലും ഇത്തവണത്തെ ഈ തീരുമാനത്തിലൂടെ ഹൈക്കമാൻഡ് നൽകിയെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഒരുപാട് സീറ്റുകൾക്കൊക്കെയായി പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് നേതാക്കളുണ്ട്. അപ്പോൾ ഇനി ഇക്കാര്യത്തിലൊക്കെ തന്നെ വലിയ വിമർശനം ഉന്നയിച്ചുകൊണ്ട്, വലിയ കലാപം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അതൊക്കെ തന്നെ ഹൈക്കമാൻഡിന്റെ അപ്രീതിക്ക് കാരണമാകും. ഒരുപക്ഷെ അതൊക്കെ തന്നെ വലിയ തിരിച്ചടിയായി മാറാം എന്നൊക്കെ മുൻകൂട്ടി ഇപ്പോൾ ഈ നേതാക്കൾക്കൊക്കെ മനസ്സിലാക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും അതിന്റെ ഭാഗമായി ഈ ഒരു അടിയും കലാപവും ഒന്നും അധികകാലം മുന്നോട്ട് പോകാൻ പോകുന്നില്ല എന്നും ഞാൻ വിശ്വസിക്കുന്നു. കാരണം വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് പോകണം. ഇനി 5-6 മാസങ്ങൾ മാത്രമേ ഉള്ളൂ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിനിടയിൽ ആദ്യം നമുക്കറിയാം മുഖ്യമന്ത്രി ആരാകണം എന്നതിനെ കുറിച്ചായിരുന്നു പണ്ട് നേരത്തെ കോൺഗ്രസിനിടയിൽ അടി തുടങ്ങിയത്. ഏതായാലും അത് മാറി ഇപ്പോൾ ഭാരവാഹി പട്ടികയുമായി ബന്ധപ്പെട്ട അടിയാണ്. ഏതായാലും ഇതൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് അവസാനിക്കും എന്നാണ് ഞാൻ ഏതായാലും കണക്ക് കൂട്ടുന്നത്. പക്ഷേ അതൃപ്തി എല്ലാവരുടെ മനസ്സുകളിലും തുടരും. ആ അതൃപ്തി ഒരിക്കലും അവസാനിക്കുന്നതല്ല. അത് കോൺഗ്രസ് ഉള്ളിടത്തോളം കാലം അത് തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. സ്ഥാനം കിട്ടുന്നവർക്ക് അതിൽ സന്തോഷം, കിട്ടാത്തവർക്ക് അതിൽ എതിർപ്പ്, അത് ഏത് രീതിയിലും തുടരും. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതല്ലേ, അതൊക്കെ ഒരു ജനാധിപത്യ സാഹചര്യം ഒന്ന് കണക്കാക്കിയാൽ മതി എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം കഴിഞ്ഞ ദിവസം പട്നയിലെ സീറ്റ് ചർച്ചയ്ക്കായി ഡൽഹിയിലെത്തിയ ബീഹാറിലെ PCC അധ്യക്ഷന്മാർ ചർച്ച പൂർത്തിയാക്കി പട്ന വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോൾ 5 കോടി രൂപയ്ക്ക് സീറ്റ് വിറ്റു എന്ന് പറഞ്ഞ് ആ PCC നേതാക്കളെയൊക്കെ തന്നെ പട്ന വിമാനത്താവളത്തിൽ നിരത്തി അടിച്ചതാണ് അവിടുത്തെ കോൺഗ്രസ് അണികൾ. അതാണ് ഈ കോൺഗ്രസിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഇതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിലുമുണ്ട്. അതിനിപ്പോൾ രാജസ്ഥാനിലായിക്കോട്ടെ, മധ്യപ്രദേശിലായിക്കോട്ടെ, മഹാരാഷ്ട്രയിലായിക്കോട്ടെ, അധികാരത്തിലിരിക്കുന്ന, അധികാരത്തിന്റെ ഭാഗമായി നിൽക്കുന്ന, സ്വാധീനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന നേതാക്കൾക്കൊപ്പം അണികളും പ്രവർത്തകരും ഒക്കെ തന്നെ ഒന്നിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിലൂടെ കൂടുതൽ പുതിയ സ്ഥാനങ്ങളിലേക്ക് എത്തുക, ഏതെങ്കിലും പദവികളിലേക്ക് എത്തുക എന്നതൊക്കെ തന്നെ ആണ് ഒരു കോൺഗ്രസിന്റെ ഇതുവരെയുള്ള ഒരു സാഹചര്യവും ചരിത്രവും ഒക്കെ തന്നെ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കേരളത്തില് ലീഡറിന്റെ കാലത്ത് ലീഡറിന്റെ കൂടെയുള്ള അണികൾ, അതിനുശേഷം ആന്റണിയുടെ കൂടെയുള്ള അണികൾ, പിന്നെ ഉമ്മൻചാണ്ടിയുടെ കൂടെയുള്ള അണികൾ, വയലാർ രവിയുടെ കൂടെയുള്ള അണികൾ, ഇങ്ങനെയായിരുന്നു കേരളത്തിന്റെ ഒരു കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഒരു ഗ്രാഫ് തന്നെ ഉണ്ടായിരുന്നത്. അതിൽ വലിയ മാറ്റമൊന്നും ഇപ്പോഴും ഇല്ല. പക്ഷെ ഇപ്പോൾ അത് ഒരു ഇടത്തായി ധ്രുവീകരിക്കപ്പെടുന്നുണ്ട്. ആ ഒരു പുതിയ ഒരു ഗ്രൂപ്പ് സമവാക്യത്തിലേക്ക് അത് മാറി വരുന്നുണ്ട്. അതിനെതിരെ പൊരുതാനുള്ള ഒരു ശേഷിയൊന്നും തൽക്കാലം കേരളത്തിൽ ഇപ്പോൾ ഉള്ള നേതാക്കൾക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അതൃപ്തിയൊക്കെ തുടരും. അത് വലിയ തോതിലുണ്ട്. പക്ഷെ അതൊന്നും അധിക നാൾ പുറത്തു വരാൻ സാധ്യതയില്ല. തീർച്ചയായും എല്ലാവരും ഇനിയൊരു തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് അതൊക്കെ മനസ്സിൽ വെച്ച് മുന്നോട്ട് പോകാനാണ് സാധ്യത. ഓക്കെ, KPCC പുനഃസംഘടനയിൽ അതൃപ്തർ അനേകമോ എന്നാണ് ചോദ്യം. സ്മൃതി. അതൃപ്തർ അനേകമാണ്. നേരത്തെ സുനിൽ പറഞ്ഞ പോലെ ഈ ആൾക്കൂട്ടത്തിന്റെ പാർട്ടിയാണ്. ആൾക്കൂട്ടം എന്ന് വെച്ചാൽ തിക്കിത്തിരക്കെന്ന് വെച്ചാൽ അവനവനൊരു സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആത്യന്തികമായ ലക്ഷ്യം. ഇന്നിപ്പോൾ നമ്മൾ കണ്ട ആചാര സംരക്ഷണ ജാഥയുടെ അവസാനത്തിൽ നമ്മൾ കണ്ടില്ലേ, അത് UDF ആണ്. പക്ഷെ എന്നാലും മുൻനിരയിൽ ഇങ്ങനെ തിക്കിത്തിരക്കി വീട് സദസ്സിനൊക്കെ 2ാം നിരയിലായിരുന്നു. ആയിക്കോട്ടെ, ഞാനുള്ള കാര്യം പറഞ്ഞത് 2ാമത്തെ നിരയിലാണ് വീട് സദസ്സിന്. ആ തിക്കിത്തിരക്കിൽ പോകണ്ടെന്നുള്ളതായിരിക്കും അദ്ദേഹം 2ാം നിരയിൽ. അതങ്ങനെയാണ് ഈ പാർട്ടിയുടെ ഒരു സ്വഭാവം, അങ്ങനെയാണ്. ഇപ്പോൾ സ്റ്റേജിലായാലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, സ്റ്റേജ് വീണ് പോയ സന്ദർഭങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരവന് സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനമായ ആത്യന്തികമായ ലക്ഷ്യം. ആ സ്പേസ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ പല രൂപത്തിൽ വരുന്നു. അപ്പോൾ അതൃപ്തർ അനേകമുണ്ട്. ആ അതൃപ്തിയൊക്കെ
പരിഹരിച്ചു പോകാനാണ് സാധ്യത. കാരണം ആത്യന്തികമായി 10 വർഷം അധികാരത്തിലില്ലാത്ത മുന്നണി, 10 വർഷമായി അധികാരത്തിലില്ലാത്ത പാർട്ടി, അതുകൊണ്ട് ഇങ്ങനെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്രതിഷേധങ്ങൾ ഉണ്ടാക്കിയാൽ ജനം അവരെ അങ്ങ് തീർക്കുമെന്നുള്ള അവർക്ക് ഓരോരുത്തർക്കും അറിയാം. അതുകൊണ്ട് അത് ഏറ്റവും അധികം അറിയുന്ന ഒരാളാണ് കെ മുരളീധരൻ. കെ മുരളീധരൻ പാർട്ടി വിട്ട് DIC ഉണ്ടാക്കി പുറത്തുപോയി തിരിച്ചു വന്ന ശേഷം എത്ര കാലം അദ്ദേഹം നിശബ്ദനായിരുന്നു നമുക്കറിയാവുന്നതാണ്. എത്രത്തോളം പാർട്ടിയുമായി ബന്ധപ്പെട്ട ഗുരുതരമായ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും ഞാനത് പറയാനുള്ള ഒരാളല്ലല്ലോ, ഞാനത് പറയാനായിട്ടില്ലല്ലോ എന്ന് വിനയം കൊണ്ട്, എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ അനുഭവം കൊണ്ടാണ്. ആ അനുഭവം കൃത്യമായൊരു പാഠം അദ്ദേഹത്തിന് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും അദ്ദേഹത്തിന് പിണക്കം വരാറുണ്ടെന്നുള്ള സ്ഥിരമായിട്ടുണ്ടാകുന്ന കാര്യമാണ്. പക്ഷേ വലിയ പ്രതികരണങ്ങൾക്ക് അദ്ദേഹം പോകാറില്ല. ഇന്നിപ്പോൾ വിഷയമാകാൻ കാരണം അദ്ദേഹം ഇന്നലെ വരെ ജാഥ ക്യാപ്റ്റനായി. ആ ജാഥ ചെങ്ങന്നൂരിൽ അവസാനിക്കുന്നു. പക്ഷേ ഇന്ന് ആ UDF എല്ലാവരും പങ്കെടുക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാതെ ഗുരുവായൂരിൽ അദ്ദേഹം സ്ഥിരമായി പോകുന്നതാണ്. ഇന്ന് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. പക്ഷേ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോകുന്നു എന്നാണ് അറിഞ്ഞിരുന്നത്. അദ്ദേഹം പന്തളത്തേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പന്തളത്തേക്ക് പോകാൻ പിന്നെ തീരുമാനിച്ചത് VD സതീശനും സണ്ണി ജോസഫും വിളിച്ചതിന് ശേഷം തന്നെയാണെന്നുള്ളതാണ്. അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ അതൃപ്തി KM ഹാരിസ് എന്ന ഒരു പേരാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് ചേർക്കാൻ വേണ്ടി. ആ പേര് ചേർക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിന് വിഷമമാണ്. അതിലപ്പുറം അദ്ദേഹത്തിന് വിഷമം ഉണ്ടായത് തൃശ്ശൂരിൽ തൻ്റെ തോൽവിക്കിടയാക്കിയ നേതാക്കളെ ജനറൽ സെക്രട്ടറിമാരാക്കി എന്നുള്ളതാണ്. ജോസ് വെള്ളൂരിൻ്റെ പേരാണ്. ജോസ് വെള്ളൂരിനെ എന്തുകൊണ്ട് ജനറൽ സെക്രട്ടറി ആക്കുന്നു എന്ന് പറയുമ്പോൾ ജോസ് വെള്ളൂരിനെ ആക്കണം. കാരണം അദ്ദേഹം മുൻ DCC പ്രസിഡന്റ് ആയിരുന്നു. ഇത് ഒരു നോംസ് അനുസരിച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. മുൻ DCC പ്രസിഡന്റ്മാരൊക്കെ തന്നെയും ജനറൽ സെക്രട്ടറിമാരാക്കിയിട്ടുണ്ട്. ഇപ്പോൾ തമ്പാനൂർ രവിയുടെ കാര്യം അറിയാലോ. തമ്പാനൂർ രവി രാജിവെച്ച് പുറത്തു പോയതാണ്. അല്ല, അതിൽ അന്വേഷണ റിപ്പോർട്ടും അതിന്മേലൊരു അന്വേഷണം അദ്ദേഹത്തിന്റെ കാരണം കൊണ്ടാണെന്നുള്ള റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ ആത്യന്തികമായി തൃശ്ശൂരിനെ നിയന്ത്രിക്കാൻ തൃശ്ശൂരിലെ ജനങ്ങളെ അറിയുന്ന നേതാക്കൾ വേണമെന്നേ തെരഞ്ഞെടുപ്പിൽ. പിന്നെ തൃശ്ശൂരിൽ കെ മുരളീധരൻ പരാജയപ്പെട്ടത് ഈ നേതാക്കൾ നിസ്സഹരിച്ചതുകൊണ്ട് മാത്രമാണോ? യഥാർത്ഥത്തിൽ നമ്മൾ എത്ര കാര്യങ്ങൾ പരിശോധിക്കണം. അവിടെ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ. തൃശ്ശൂരിൽ ഇപ്പോൾ 3ാം സ്ഥാനവും 2ാം സ്ഥാനവും തമ്മിൽ എത്ര വ്യത്യാസം? വെറും 6000 വോട്ടിന് വ്യത്യാസമേ ഉള്ളൂ. മുരളീധരൻ എത്രത്തോളം വട്ടിയൂർക്കാവിനേക്കാൾ ആത്മാർത്ഥത തൃശ്ശൂരിൽ കാണിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് അവിടെയുള്ളവർ തന്നെ പറയുന്നുണ്ട്. അതൊരു കാര്യം, അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അദ്ദേഹം BJPക്കെതിരെ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന തോന്നൽ വട്ടിയൂർക്കാവിൽ ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹം അവിടെ ജയിച്ചത്. ഇപ്പോൾ ശിവൻകുട്ടിയുടെ കാര്യത്തിലും ശിവൻകുട്ടി നേമത്ത് ജയിക്കുന്നതും അതുകൊണ്ടാണ്. BJPയെ പരാജയപ്പെടുത്താൻ തക്ക സ്ഥാനാർത്ഥി അത് വട്ടിയൂർക്കാവിൽ അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. വട്ടിയൂർക്കാവിൽ അങ്ങനെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുമുണ്ട്. പക്ഷേ തൃശ്ശൂരിൽ അങ്ങനെ ആയിരുന്നില്ല സ്ഥിതി. തൃശ്ശൂരിൽ വേറെയും ഘടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ പോയി, നായർ വോട്ടുകൾ പോയി. ഇതൊക്കെ തന്നെയും സുരേഷ് ഗോപി പിടിച്ചു എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. തൃശ്ശൂരിനെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. കരുണാകരനെ പറ്റിച്ച ജില്ലയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വിഷയം അവിടെ നിൽക്കുന്നു. അതുകൊണ്ട് ഈ ജോസ് വെള്ളൂറാണ് ഒരു കാരണക്കാരൻ എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലുണ്ട്. അതൊരു അതൃപ്തി അറിയിച്ചിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ അതിലപ്പുറം പോയി KM ഹാരിസിനെ ഒരു പക്ഷേ സെക്രട്ടറി ആയിട്ട് എടുക്കുമെന്നുള്ളൊരു ഉറപ്പ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ആ പ്രശ്നം അവിടെ നിൽക്കുകയാണ്. ഇനി ചാണ്ടിയുമ്മൻ്റെതാണല്ലോ. ചാണ്ടിയുമ്മൻ്റെ അതിവൈകാരിക പ്രതികരണം അത് അബിൻ വർക്കിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഒരു വർഷം മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ്. അതും പോരാഞ്ഞ് ഇന്നലെ ഇപ്പോൾ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് എത്തിയില്ല. അവസാനം വട്ടം അദ്ദേഹത്തിൻ്റെ പേര് വെട്ടുകയായിരുന്നു എന്ന് പറയുന്നു. അത് പരസ്യ പ്രതികരണം കൊണ്ട് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം ഗ്രൂപ്പുകളിൽ നിന്ന് എക്സിറ്റായി, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് എക്സിറ്റായി. അതേക്കുറിച്ച് അദ്ദേഹം ചോദിക്കുമ്പോൾ ഒരുപാട് ഗ്രൂപ്പുകൾ എന്തിനായെന്ന് അദ്ദേഹം ചിരിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് എവിടേക്കോ ചില പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. അതിപ്പം തിരിച്ചറിയുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം സഭയുടെ പിന്തുണ നേടി. സഭ അദ്ദേഹത്തിന് വേണ്ടി, അബിനും വേണ്ടി പ്രതികരിക്കാൻ വന്നിരിക്കുന്ന ഓർത്തഡോക്സ് സഭ. അപ്പോൾ ആ ഒരു പിന്തുണ അവിടെയുണ്ട്. ഇനി അങ്ങനെയുള്ള പ്രതികരണങ്ങളൊക്കെ അദ്ദേഹം പോകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം എങ്ങനെയൊക്കെയാണ് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം നിന്ന് മത്സരിച്ച സമയത്തും അതെ, ബാക്കി തെരഞ്ഞെടുപ്പുകളിലുമായാലും അതെ, വോട്ട് പിടിക്കാൻ എങ്ങനെയാണ് അദ്ദേഹം നടന്നു നീങ്ങിയെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ ആത്മാർത്ഥത പാർട്ടി കണ്ടില്ലെന്ന് അടിക്കില്ല എന്ന് ഞാൻ കരുതുന്നത്. പക്ഷേ ഇതൊരു ശിക്ഷയായി വേണമെങ്കിൽ കരുതാം. നോക്കൂ, നേരത്തെ കെ സുധാകരൻ്റെ കാലത്ത് സുധാകരൻ പാർട്ടി KPCC പ്രസിഡന്റ് ആകുന്ന സമയത്ത് ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും അവർ മുന്നോട്ട് വെച്ച പേരുകൾ പരിഗണിച്ചില്ല എന്നുള്ളതായിരുന്നു പരാതി. അന്ന് പട്ടിക കുറഞ്ഞു പോയി എന്നുള്ളതാണ് പരാതി. അപ്പോൾ പട്ടിക വിപുലമാക്കി കൂടുതൽ പേരെത്തുന്നു. വൈസ് പ്രസിഡന്റുമാർ 5-ൽ നിന്ന് 13 ആകുന്നു. ജനറൽ സെക്രട്ടറിമാർ 28-ൽ നിന്ന് 58 ആകുന്നു. ഇനി ഇവരെ സഹായിക്കാൻ ഇനിയും വരും സെക്രട്ടറിമാർ വരാൻ പോകുന്നു. അപ്പോൾ ഒരു ജനറൽ സെക്രട്ടറിക്ക് രണ്ട് ജനറൽ സെക്രട്ടറിമാർക്ക് എങ്ങനെയാണ് ഒരു ജനറൽ സെക്രട്ടറി 2 സെക്രട്ടറിമാർ എന്ന മട്ടിൽ 150 പേർ ഇനിയും വരാതിരിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഈ കൂട്ടത്തിൽ പ്രഖ്യാപിച്ചില്ല എന്ന ഒരു പരാതി മാത്രമാണ് പ്രതിപക്ഷ നേതാവിനുണ്ടായിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ അദ്ദേഹം ചില പേരുകളൊന്നും മുന്നോട്ട് വെച്ചിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടില്ല. പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പുകളിൽ ഈ യൂത്ത് ബ്രിഗേഡിനെ ഇറക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിനൊപ്പം അവർ നിന്നുകൊണ്ട് ആ തിരഞ്ഞെടുപ്പുകൾ വിജയിപ്പിച്ചിട്ടുമുണ്ട്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി. അത് എവിടെ വെച്ചിട്ടാണ് മുറിഞ്ഞത്? തിരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിന് ശേഷമാണ് അത് മുറിഞ്ഞു പോയത്. ഇനിയുള്ള തിരഞ്ഞെടുപ്പുകളിലും ഒരു യൂത്ത് നിര അവിടേക്ക് അണിനിരക്കില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. വേറെ ഉണ്ടല്ലോ. നമുക്കിപ്പോൾ വരുന്ന പട്ടികയിൽ
ഭൂരിഭാഗം 40-ന് മുകളിലുള്ളവരാണ് എന്ന് പറയുമ്പോഴും നേരത്തെ പരിഗണിക്കപ്പെടാത്ത ഒരുപാട് പേർ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കണം. ഇപ്പോൾ ലാലി വിൻസനും പത്മജ വേണുഗോപാലും ഉണ്ടായിരുന്ന വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇപ്പോൾ രമ്യ എത്തുകയാണ്. രമ്യ എത്തുമ്പോൾ അവിടെ ഷാനിമോളിനെയും ബിന്ദുവിനെയും ഒഴിവാക്കുന്നു. പക്ഷേ അവരെ രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പരസ്യ പ്രതികരണങ്ങൾ ആ രൂപത്തിൽ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ഒരു പ്രതികരണമല്ലേ കണ്ടുള്ളൂ. മറ്റേത് മാറി നിന്നു എന്ന് നമ്മൾ കരുത്താണ് കണ്ടത്. ആത്യന്തികമായി പ്രായോഗിക രാഷ്ട്രീയം അവർക്കറിയാമല്ലോ, പ്രതികരിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ള കൃത്യമായ സൂചനയുണ്ട്. പ്രതികരിക്കുകയോ പൊട്ടിത്തെറിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒറ്റയ്ക്കങ്ങ് പൊട്ടിത്തെറിച്ച് പോവുകയുള്ളൂ, അല്ലാതെ കൂടെ ഒരു വലിയ കൂട്ടം എന്ന രൂപത്തിലൊന്നുമില്ല. ഇപ്പോൾ രമേശ് ചെന്നിത്തല ആയാലും ഇവിടെ പല നേതാക്കളുമായി സംസാരിക്കുന്നു, ആളുകളുമായി സംസാരിക്കുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ പിന്തുണയുണ്ട്, സാമുദായിക നേതാക്കളിൽ നിന്നുള്ള പിന്തുണയുണ്ട്, ലീഗിൻ്റെ ഒരു പിന്തുണ ഒരു ഘട്ടം വരെയുണ്ട്. ഇതൊക്കെ തന്നെ ഇതുവരെയുള്ള കാര്യങ്ങളാണ്. ഇനി അങ്ങോട്ട് എങ്ങനെയെന്നുള്ള വിഷയം കൂടി അവിടെ നിൽക്കുന്നു. പ്രതിപക്ഷ നേതാവ് അത്രത്തോളം ലീഗുമായി ഒന്നും ചേർന്ന് പോയിരുന്നില്ല, അല്ലെങ്കിൽ ലീഗ് നേതാക്കളെ പോയി കണ്ടിരുന്നില്ല എന്നുള്ളൊക്കെ പരാതി ആദ്യഘട്ടത്തിലുണ്ടായിരുന്നതാണ്. അതൊക്കെ പിന്നീട് പരിഹരിക്കപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ CPM-നെ സംബന്ധിച്ച് പിണറായി വിജയൻ എന്നൊരു നേതാവായിരിക്കും ഇനി 3-ാം വട്ടം വരികയാണെങ്കിൽ മുഖ്യമന്ത്രിയാവുക എന്ന് പേര് പറഞ്ഞു വയ്ക്കാം. പക്ഷേ കോൺഗ്രസിന് അങ്ങനെ പറയാൻ ഒരാളില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ശരിയാണ്, ഇവിടെ 3-4 പേരുകളൊക്കെ സ്വയം തന്നെ കരുതിക്കൊണ്ട് ആളുകൾ വരുന്നുണ്ട്. സ്വാഭാവികമായി വരുന്നത് പ്രതിപക്ഷ നേതാവായിരിക്കും. ജയിക്കുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാവുകയാണ് സാധാരണഗതിയിൽ സംഭവിക്കുക. ഈ അസാധാരണമായ സംഭവവികാസങ്ങൾ എന്തൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. KC വേണുഗോപാൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിലും യൂത്ത് കോൺഗ്രസിലും മഹിളാ കോൺഗ്രസിലും KSUവിലും ഒക്കെ അവനവൻ്റെ ഒരു നിരയെ അവിടെ പടുത്തുയർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ പിന്തുണ അവിടെ ലഭിക്കുമെന്നുള്ള കാര്യമാണ്. മുഖ്യമന്ത്രിയാകാൻ എങ്ങനെയാണ് മുഖ്യമന്ത്രിയാകാൻ പിന്തുണ സമാഹരിക്കേണ്ടതെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാമല്ലോ. അപ്പോൾ അത് സമാഹരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇന്നിപ്പോൾ ഈ ഏറ്റവും ഒടുവിലത്തെ ഇപ്പോൾ പരിപാടി ഇപ്പോൾ നടക്കുന്ന വിശ്വാസ സംരക്ഷണ സംഗമം, അതിൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ ഇപ്പോഴും പറയുന്നുണ്ട് 100 സീറ്റ് എന്നുള്ള കാര്യം അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ ചില കോൺഗ്രസിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഈ പറയുന്ന പ്രതികരണങ്ങളും പൊട്ടിത്തെറികളും അവരുടെ ജനാധിപത്യ രീതിയിലുള്ള പ്രതികരണങ്ങളായിട്ട് മാത്രം കണ്ടാൽ മതി. അതിലപ്പുറം ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് ഭരണം പിടിക്കുക എന്ന് തന്നെയാണ്. ആ ഭരണം പിടിക്കുന്നതിന് ഇവിടുത്തെ ഭരണവിരുദ്ധ വികാരം ഒരു ശക്തമായ കാര്യമായി അവിടെ നിൽക്കുന്നു. അത് ഗുണം ചെയ്യുമെന്നുള്ളതാണ്. 2021 പൗലോ കൊയ്ലോ പറഞ്ഞ പോലെ ഞങ്ങൾ വല്ലാതെ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രപഞ്ചം അങ്ങോട്ട് വന്ന് നിൽക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല അന്ന്. പക്ഷേ ഈ പറയുന്ന കോവിഡൊക്കെ വന്നതുകൊണ്ട് കാര്യങ്ങൾ മാറി പറയുകയാണ് ചെയ്തത്. അങ്ങനെ പണിയെടുക്കാണ്ട് ജയിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഒരു ബോധ്യത്തിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടുണ്ടാകും. കാരണം കുറേ കാലമായി ഇവിടെ ഭരണവിരുദ്ധ വികാരമുണ്ടല്ലോ, അതപ്പോൾ ഇങ്ങോട്ട് പോന്നോളും എന്നിനി കരുതാൻ കഴിയില്ല. അങ്ങനെ പോരില്ല ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. അത് കൃത്യമായ ബോധ്യം കോൺഗ്രസിനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിലേക്ക് കോൺഗ്രസ് പോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ K സുധാകരൻ്റെ പ്രതികരണമാണ് രസകരമായി നമ്മൾ മറ്റൊന്ന് കേട്ടത്. ഇതുവരെ ഇല്ലാത്തൊരു തൃപ്തി എനിക്കുണ്ടെന്ന് അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞു പോയി എന്ന് മാത്രം കണ്ടാൽ മതി കേട്ടോ. കാരണം അദ്ദേഹം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 10 പേരുകൾ മുന്നോട്ട് വെച്ചു, അതിൽ 9 പേരും പരിഗണിക്കപ്പെട്ടു എന്നുള്ളതാണ്. റിജിൽ മാക്കുറ്റിയുടെ കാര്യമാണ് നടക്കാത്ത. റിജിൽ മാക്കുറ്റി ഒരു പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയേക്കാം, അല്ലെങ്കിൽ വരുന്ന ഈ സെക്രട്ടറിമാരുടെ പട്ടികയിൽ റിജിൽ മാക്കുറ്റിയുടെ പേര് വരുമെന്നാണ് ഞാൻ കരുതുന്നത്. അവിടെ അത്രയേ ഉള്ളൂ. നമ്മൾ സുധാകരൻ പലപ്പോഴും നമ്മളെ വട്ടം കറക്കിയിട്ടുണ്ട് പല പ്രതികരണങ്ങളിലൂടെ. നമ്മൾ വിചാരിക്കും അതോടെ എന്തൊക്കെയോ വലുത് സംഭവിക്കും. അങ്ങനെയൊന്നുമില്ല, പറഞ്ഞു പോയി അങ്ങോട്ട് എൻഡ് ആയപ്പോഴാണ് പറഞ്ഞത് ഇത് ഇത്രയും തൃപ്തി എനിക്കുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പം നമ്മളതിനെ വ്യാഖ്യാനിച്ചത് പരിഹസിക്കുകയാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, തൃപ്തിയോടെ പറഞ്ഞതെന്നാണ് ഞാൻ ഒടുവിൽ മനസ്സിലാക്കിയത്. ഇത്രയൊക്കെ ഉള്ളൂ ഈ പ്രതികരണങ്ങൾ. അസംതൃപ്തർ ഒരുപാട് പേരുണ്ട്. ഇനിയും തൃപ്തിപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പ്രതീക്ഷിച്ച് സെക്രട്ടറി പദം ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നേ ഉണ്ടാകുമോ എന്നുള്ള അടുത്ത ചോദ്യം. ഇപ്പോൾ 1-ാം തീയതി ഒരു സഭാ സമ്മേളനം വിളിച്ചിരിക്കുന്നു. അതൊരു രാഷ്ട്രീയ തന്ത്രമാണ് എന്നിപ്പോൾ പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി ഒരുപക്ഷെ അപ്പോൾ തന്നെ അറിഞ്ഞേക്കാം. 2-ാം തീയതി 3-ാം തീയതി ഒക്കെ ആകുമ്പോൾ വിജ്ഞാപനം വരും. അപ്പോൾ സെക്രട്ടറി പ്രഖ്യാപനം അവിടെ ഉണ്ടാകുമോ അതറിയില്ല. അപ്പോൾ നീ വൈകി പോകാൻ സാധ്യതയുണ്ട്. ഏതായാലും ഒരുമിച്ച് പ്രവർത്തിക്കുകയല്ലാതെ ഇനി ഭരണത്തിൽ വരാൻ വേറെ ഒരു വഴിയുമില്ല എന്നിവർക്ക് കൃത്യമായിട്ടറിയാം. അങ്ങനെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വേറെ പ്രതികരണങ്ങളുമായി പോവുകയാണ്. എനിക്ക് മുഖ്യമന്ത്രിയാകണം, അല്ലെങ്കിൽ എനിക്ക് ഇന്നതാവണമെന്ന ആവശ്യമായി മുന്നോട്ട് പോവുകയാണ്. അവർ ഒറ്റപ്പെടും, അവരെ അണികൾ ഒറ്റപ്പെടുത്തും എന്നുള്ളതാണ് അവരുടെ മുന്നിലുള്ള വർത്തമാനകാല യാഥാർത്ഥ്യം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ ഒരു സെമി കേഡർ പാർട്ടിയാക്കണം എന്ന് ആഗ്രഹിച്ചതിൻ്റെ കാരണം കോൺഗ്രസിൻ്റെ ശാപമാണ് യഥാർത്ഥത്തിൽ ഈ ആൾക്കൂട്ടവും റെക്കമെൻഡേഷൻ രാഷ്ട്രീയവും. അതെന്നേക്കുമായി അവസാനിപ്പിക്കുകയും ആ റെക്കമെൻഡേഷൻ രാഷ്ട്രീയത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് ഗ്രൂപ്പ് രാഷ്ട്രീയമാണ്. റെക്കമെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് ആളുകളുണ്ടോ? ഗോഡ് ഫാദർ പൊളിറ്റിക്സ് ആണ് കേരളത്തിലെ
ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശാപം എന്നുള്ളതാണ് എല്ലാ കാലത്തും നമ്മൾ പറയാറുള്ളത്. നമ്മൾ എല്ലാ തവണയും പറയും ഒരാൾക്കൂട്ട പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ളത്. അതിനൊരു പ്രത്യയശാസ്ത്രബന്ധിതമായൊരു ഘടനയുണ്ടെന്നൊക്കെ നമ്മൾ സങ്കല്പത്തിൽ പറയും. പക്ഷേ എങ്ങോട്ടും വളയാവുന്ന രീതിയിൽ ഒരു മധ്യഭാഗത്ത് ഇങ്ങനെ നിൽക്കും. പക്ഷേ അത് തീവ്ര വലതുപക്ഷത്തേക്ക് പോവില്ല എന്നൊരു വിശ്വാസമാണ് ഇപ്പോഴും കോൺഗ്രസിനെ ഒരു സെക്യുലർ പാർട്ടിയായിട്ട് നിലനിർത്തുന്ന ഒരു ഘടകം. എന്നാൽ അതേസമയം തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളോടും സമയാസമയങ്ങളിൽ കോംപ്രമൈസ് ചെയ്ത് ആ പാർട്ടി പോവുകയും ചെയ്തിട്ടുണ്ട്. തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ ആശയങ്ങളുടെ ആഭിമുഖ്യം പുലർത്താതെ തന്നെ മൃദു ഹിന്ദുത്വം അടക്കം ആ പാർട്ടിക്ക് മേൽ ആരോപിച്ചിട്ടുണ്ട് എന്നുള്ളത് ആലോചിക്കണം. അപ്പോൾ ഒരു ആൾക്കൂട്ട പാർട്ടിയായ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലൂടെ റെക്കമെൻഡേഷൻ പൊളിറ്റിക്സിലും ഗോഡ്ഫാദർ രാഷ്ട്രീയത്തിൻ്റെ ശാപമുള്ള പാർട്ടിയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടി. ആ കോൺഗ്രസ് പാർട്ടിയെ അതിൻ്റെ സവിശേഷമായ ദൗർബല്യത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് ഒരു സെമി കേഡർ എന്ന് പറയുന്നൊരു സങ്കല്പത്തെക്കുറിച്ച് ആലോചിച്ചത്. അത് കേട്ട സമയത്ത് തന്നെ നമുക്ക് ചിരി വന്നു. കാര്യം അങ്ങനെ ഒരു കേഡർ ഇല്ല. ഒന്നുകിൽ നിങ്ങളൊരു കേഡർ പാർട്ടിയാണ്, അതല്ലെങ്കിൽ നിങ്ങളൊരു ആൾക്കൂട്ട പാർട്ടിയാണ്, ഒരു ലിബറലായ ലൂസായിട്ടുള്ള ഒരു ഓർഗനൈസ് നോൺ കേഡർ പാർട്ടിയാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഒരു നോൺ കേഡർ പാർട്ടിയാണ്. കോൺഗ്രസിന് ഒരിക്കലും ഒരു കേഡർ പാർട്ടി സംവിധാനമായി പ്രവർത്തിക്കാൻ കഴിയില്ല. അതിൻ്റെ കാരണം കോൺഗ്രസ് പ്രവർത്തനക്ഷമമാകുന്നത് അതിൻ്റെ പ്രത്യയശാസ്ത്രബന്ധിതമായ ആശയങ്ങളിലൂടെയല്ല, പകരം അതിനെ നയിക്കുന്ന നേതാക്കളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ ഭൂഗുരുത്വാകർഷണം കൊണ്ട് താഴേക്ക് വാഹനങ്ങൾ വരുന്നു, അല്ലെങ്കിൽ താഴേക്ക് സാധനങ്ങൾ വീഴുന്നു. എന്നാൽ അങ്ങനെയല്ല. നിങ്ങൾ ഇവിടെ അതൊരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ബലമാണ് കേഡർ പാർട്ടികളെ മുന്നോട്ട് നയിക്കുന്നത്. BJPയുടെ കാര്യത്തിലാണെങ്കിൽ തീവ്ര വലതുപക്ഷ ആശയമാണ് അതിൻ്റെ പ്രത്യയശാസ്ത്രം. CPM-ലേക്കും ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്കും വന്നാൽ അവിടെ അടിസ്ഥാനമായിട്ടുള്ളത് ഒരു ജനകീയമായ വർഗരഹിത സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സങ്കല്പമാണ് ഇതിന് പിന്നിലെ പ്രത്യയശാസ്ത്രമായി നിൽക്കുന്നത്. അത് മാർക്സിസ്റ്റ് ആശയത്തിൽ അധിഷ്ഠിതമാണ്. എന്നാൽ കാലാകാലങ്ങളിലായി ആ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം രൂപം മാറ്റവും സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കുന്ന ഫോഴ്സ് എന്താണ്? അവിടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സായിട്ട് ഈ പറയുന്ന പ്രത്യയശാസ്ത്രമില്ല. പകരം അവിടെ അതെന്താണുള്ളത്? ഉപഗ്രഹങ്ങൾക്ക് ചുറ്റും കിടന്ന് കറങ്ങുകയാണ്. ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടി എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അതെല്ലാ കാലത്തും അങ്ങനെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഈ പാർട്ടിക്ക് ഈ ഗതിയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആദ്യം മനസ്സിലാക്കിയ നേതാവിൻ്റെ പേര് മഹാത്മാഗാന്ധി എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് കോൺഗ്രസിനെ കുറിച്ചുള്ള ആശയത്തെക്കുറിച്ച് ഗാന്ധിയോട് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇത് ഒരു ജനസേവക് സമാജ് എന്നാണ് അദ്ദേഹം അതിന് പേര് കൊടുക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടിയെ പിരിച്ചുവിടണമെന്നും ജനസേവക് സമാജാക്കി മാറ്റണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇത് പ്രായോഗികമായ ഒന്നായിരുന്നില്ല. ഒരു പാർലമെന്ററി തെരഞ്ഞെടുപ്പിന് മുൻപിൽ ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള നേതാക്കളെ മുൻനിർത്തിക്കൊണ്ട് പാർട്ടിയായി തന്നെ മത്സരിക്കണമായിരുന്നു. അതല്ലെങ്കിൽ എന്താകുമായിരുന്നു ഇന്ത്യക്ക് സംഭവിക്കുമായിരുന്നത് എന്നുള്ളത് നമ്മളെ ഭീതിപ്പെടുത്തുന്ന ഒന്നാണ്. സ്വാഭാവികമായും അത് അന്ന് തന്നെ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കൈകളിലേക്ക് പോകുമായിരുന്നു. കാര്യം അവിടെ ഒരു കേഡർ സംവിധാനം ശ്യാമപ്രസാദ് മുഖർജിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്നു. പിന്നീട് ഉണ്ടായിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇടത് സോഷ്യലിസ്റ്റ് പാർട്ടികളുമായിരുന്നു. ഇനി കേരളത്തിലേക്ക് എത്തിയാൽ ഇവിടെ എന്താണ് ഈ അതൃപ്തിയുടെ കാര്യം? അപ്പോൾ അടിസ്ഥാനമായ പാർട്ടിയുടെ ഘടനാപരമായ ഒരു ദൗർബല്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതെന്നാണ് ഈ പാർട്ടി മറികടക്കുക? അന്ന് മാത്രമേ പാർട്ടിക്ക് ഈ ഉപഗ്രഹങ്ങളിൽ നിന്നും ഗ്രഹങ്ങളുടെ ആകർഷണങ്ങളിൽ നിന്നും ഒക്കെ രക്ഷപ്പെടാൻ പറ്റൂ. ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു പാർട്ടിയുടെ ഒരു സംസ്ഥാനത്തെ ഘടകത്തിന് 280ഓളം ആളുകൾ അതിൻ്റെ ഭാരവാഹികളായിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ നേതൃത്വം എന്നുള്ളത് ലക്ഷ്യം കാണാതെ പോകുന്നു എന്നുള്ളതാണ്. അതിൻ്റെ നേതൃത്വത്തിനുണ്ടാവുന്ന ബലം കുറയുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതൊരു ഒരുപാട് ജനാധിപത്യം വരുമ്പോൾ ജനാധിപത്യം ഇല്ലാതാവും എന്ന് പറയുന്നത് പോലെ ഒരു സംവിധാനമായിട്ടത് മാറും. അതുകൊണ്ടാണ് വേദിയിൽ നിങ്ങൾക്ക് കൂടുതൽ ആളെ കാണുകയും സദസ്സിനേക്കാൾ കൂടുതൽ ആളുകൾ വേദിയിൽ കാണുന്ന സവിശേഷമായ സാഹചര്യം ഉണ്ടാവുന്നത്. ഇനി ഈ പർട്ടിക്കുലർ കേസിലെ ഇപ്പോഴുള്ള KPCC പുനഃസംഘടനയിലെ അതൃപ്തിയിലേക്ക് വരാം. എന്താണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്? 100 തികയ്ക്കുമെന്ന് പറഞ്ഞു. 100 അല്ല, 250 തികയ്ക്കും ഇപ്പോഴത്തെ കണക്കനുസരിച്ചാണെങ്കിൽ. അത് സീറ്റല്ല, പകരം KPCCയിലെ ഭാരവാഹികളുടെ എണ്ണമാണ്. 13 വൈസ് പ്രസിഡന്റുമാർ, 42 രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, പുതുതായിട്ട് കൂട്ടിച്ചേർത്ത 6 പേരടക്കം, പ്ലസ് ഇപ്പോൾ വന്നിരിക്കുന്ന കണക്ക് പ്രകാരം 58ഓളം ജനറൽ സെക്രട്ടറിമാർ, രണ്ടും കൂടി കൂട്ടുമ്പോൾ 113. ഇനി ഇത് കൂടാതെ വരുന്ന സെക്രട്ടറിമാർ, അവർ അങ്ങനെ കണക്ക് വരികയാണെങ്കിൽ ഏകദേശം 110-120 ജനറൽ സെക്രട്ടറിമാരുണ്ടാവണം. 100 എന്ന് കൂട്ടിയാൽ പോലും അത് 200 കടക്കും. അപ്പോൾ 200 കടക്കും KPCCയുടെ ഈ പുതിയ ഘടനയിലെ ഭാരവാഹികളുടെ എണ്ണം എന്ന് പറയുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് DCC ഭാരവാഹികൾ വരാൻ പോകുന്നത്, DCC ജില്ലാ കമ്മിറ്റികൾ വരാൻ പോകുന്നത്, പിന്നീട് ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളുടെ കാര്യത്തിലൊക്കെ വരാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പിങ് തൊട്ടടുത്തിരിക്കുകയാണ്. അതിനിടയിൽ ആർക്കൊക്കെയാണ് അതൃപ്തി? എണ്ണി നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഇപ്പോഴുള്ള ഈ കോൺഗ്രസ് പുനഃസംഘടനയിലെ അതൃപ്തി ഏറ്റവും കൂടുതലുള്ള ചില നേതാക്കളുണ്ട്. അതിൽ ആദ്യത്തെ പേരുകാരൻ ഞാൻ പറയും ചാണ്ടിയുമ്മനാണ് എന്ന് പറയും. ആ അതൃപ്തി ചാണ്ടിയുമ്മനുണ്ട്. ചാണ്ടിയുമ്മൻ്റെ ആ അതൃപ്തി ലെജിറ്റിമേറ്റ് ആണ്.
അത് ന്യായീകരിക്കത്തക്കതാണ് അതൃപ്തി എന്നാണ് ഞാൻ പറയുക. അതിന് ചില കാരണങ്ങളുണ്ടെന്ന് തന്നെ കൂട്ടിക്കൊള്ളൂ. അതിലൊരു കാരണം ഞാൻ പറയാം. ഈ സന്ദീപ് വാര്യരെ ജനറൽ സെക്രട്ടറി ആക്കിയല്ലോ. എന്താണ് സന്ദീപ് വാര്യരെ ഒരു വർഷമായില്ല, പാലക്കാട് തെരഞ്ഞെടുപ്പിലാണ് സന്ദീപ് വാര്യർ BJPയിൽ നിന്ന് വന്ന് അങ്ങേയറ്റത്തെ വർഗീയ വിഷം തുപ്പിക്കൊണ്ടിരുന്ന ഒരു നേതാവ്, അതും കേരളത്തിലെ മലപ്പുറം ജില്ലയെ പാലക്കാട് പൈനാപ്പിൾ പടക്കം കടിച്ചൊരു ആന ചരിഞ്ഞപ്പോൾ അത് മലപ്പുറം ജില്ലയുടെ പേരിൽ ആരോപിച്ച് അത് സത്യം തെളിഞ്ഞതിനു ശേഷവും, അത് പാലക്കാട് ജില്ലയാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷവും ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് ടാഗ് മാറ്റില്ല എന്ന് നിലപാടെടുത്ത നേതാവിൻ്റെ പേരാണ് സന്ദീപ് വാര്യർ. ആ സന്ദീപ് വാര്യരാണ് കാശ്മീരിലെ മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞത്. എന്താ നമ്മൾ കേട്ടിട്ടില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണോ പാർട്ടിയുടെ ഒരു ഇത് കൊടുക്കുന്ന മെസ്സേജ്? എന്താണ് നമ്മൾ പറയും? ആ പാർട്ടിയിൽ നിന്ന് നിങ്ങൾ വന്നല്ലോ, ശരി, ആ പാർട്ടിയിൽ നിന്ന് വന്നു, പാർട്ടി സ്വീകരിച്ചു, അതുവരെ മനസ്സിലാക്കാം. ആ പ്രാദേശിക തലത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നിങ്ങളൊരു കാലം അവരെ നിരീക്ഷിക്കണ്ടേ? അദ്ദേഹം ഇപ്പോഴും RSSന്റെ കുപ്പായത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടോ? ആർക്കറിയാം. ഈ ഇത്രയും വർഗീയ വിഷയം ഇപ്പം അദ്ദേഹം പറയുന്നത് ഇതെല്ലാം ഞാൻ BJPക്ക് വേണ്ടി പറഞ്ഞു എന്നാണ്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന് നിഷേധിക്കാൻ പറ്റുമോ? കേരളം മിനി പാകിസ്ഥാനാണെന്ന് പറഞ്ഞ നേതാവിന്റെ ആർഗ്യുമെന്റിനെ പിന്താങ്ങിയ ആളല്ലേ ഈ തിരുത്തുന്നു എന്ന് പറയുകയാണെങ്കിൽ അത് തിരുത്തുകയാണെങ്കിൽ അത് പാർട്ടിയിലേക്ക് വരൂ, പാർട്ടി അംഗത്വം കൊടുക്കൂ, മനസ്സിലാക്കാം. പക്ഷേ നിങ്ങൾ ആരെയാക്കി മാറ്റിയിരിക്കുന്നു? ജനറൽ സെക്രട്ടറി ആക്കി മാറ്റുന്നു. ആദ്യം സ്പോക്ക് പേഴ്സൺ ആക്കുന്നു, പിന്നീട് നിങ്ങൾ ജനറൽ സെക്രട്ടറി ആക്കി മാറ്റുന്നു. അതാണ് ഞാൻ ചോദിച്ചത്, എന്ത് തെളിവാണ് നമ്മുടെ മുന്നിലുള്ളത്? മറുഭാഗത്ത് ഞാനൊരു നേതാവിൻ്റെ പേര് പറയാം, ജനറൽ സെക്രട്ടറി ആക്കാതെ പോയ നേതാവിൻ്റെ പേര് പറയാം, അതാണ് ചാണ്ടി ഉമ്മൻ. ഞാനിത് കമ്പയർ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ സ്വാഭാവികമായ നീതികേട് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ എന്താ പ്രശ്നം? പ്രകടനപരതയാണ് പ്രശ്നം. ടെലിവിഷൻ ചർച്ചയിൽ നിങ്ങൾ ചെയ്യുന്ന ഡിബേറ്റോ നിങ്ങൾ എതിരാളിയെ പള്ളു വിളിക്കാനുള്ള കരുത്തോ അല്ല കോൺഗ്രസിൻ്റെ മാനദണ്ഡം. ഇപ്പോഴും പ്രവർത്തനക്ഷമമാകുന്ന ഒരു യൗവനം കോൺഗ്രസിൽ ബാക്കി നിൽക്കുന്ന ചില നേതാക്കളുണ്ട്. നമ്മൾ പലപ്പോഴും ഉമ്മൻചാണ്ടിയുടെ പ്രഭാവത്തിൽ ചാണ്ടി ഉമ്മനെ ശ്രദ്ധിച്ചിട്ടില്ലെന്നും ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടിയുടെ മകനായതുകൊണ്ട് പുതുപ്പള്ളിയിൽ മത്സരിച്ചു എന്നും ഒക്കെ പറയും. പക്ഷേ അപ്പോഴും ചാണ്ടി ഉമ്മൻ്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി അറിയാവുന്ന ആരും ചാണ്ടി ഉമ്മനെ തള്ളി പറയൂല. ഇപ്പോൾ ഞാൻ പറയാം, 25 വർഷത്തെ പാർട്ടി പ്രവർത്തന പരിചയമുണ്ട് ഈ ചാണ്ടി ഉമ്മന്, 1/4 നൂറ്റാണ്ടിൻ്റെ. അവിടെയാണ് നമ്മൾ സന്ദീപ് വാര്യരുമായിട്ട് വേഴ്സസ് സന്ദീപ് വാര്യർ എന്ന് പറയുന്നൊരു സംവിധാനം വയ്ക്കുന്നത്. നിങ്ങൾ സന്ദീപ് വാര്യർ ജനറൽ സെക്രട്ടറി ആവുകയും ചാണ്ടി ഉമ്മൻ ഈ പദവികൾക്ക് പുറത്തു നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുന്നു. 2000 അദ്ദേഹം പഞ്ചായത്തിൽ അന്ന് അവിടെ പഞ്ചായത്ത് വാർഡിൽ വീടുകൾ തോറും കയറി ഇറങ്ങി. ചാണ്ടിയുമ്മൻ്റെ ഒരു ശൈലി അതാണല്ലോ, എല്ലാ വീടുകളും കയറി ഇറങ്ങി പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് അത്ര വലിയ പ്രകടനപരതയൊന്നും സാധാരണ റിയൽ ലൈഫിൽ കാണിക്കാതെ പോകുന്ന ഒരാളാണ് അദ്ദേഹം. എല്ലാ മണ്ഡലങ്ങളിലും വന്ന് പഞ്ചായത്തിൽ, എനിക്കൊരു സുകുമാരൻ നായരോ മറ്റോ ആണ് അന്നത്തെ വാർഡ് മെമ്പർ. അവിടെ തുടങ്ങുന്നതാണ് 2000 KSUവിൻ്റെ, അതായത് മാറിവനേസ് കോളേജിൽ അദ്ദേഹം വരുന്നതിന് 3 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങുന്നതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുന്നത്. അവിടെ മുതൽ തുടങ്ങുകയാണ്. അതിനുശേഷം 2000 ശേഷം 2003 മാറിവനേസ് കോളേജിൽ എത്തുന്ന സമയത്ത് പിന്നീട് NSUവിൻ്റെ ഭാരവാഹിയായിട്ട് മാറുമ്പോൾ, ദേശീയ ഭാരവാഹിയായിട്ട് മാറുമ്പോൾ, അതിനു മുൻപ് അദ്ദേഹം യൂണിറ്റ് പ്രസിഡന്റായിട്ട് മാറുമ്പോൾ ഒക്കെ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളുണ്ട്. 2001 ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അന്ന് മാവേലിക്കരയിൽ M മുരളിക്ക് വേണ്ടിയും ഈ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയും പ്രവർത്തിച്ച നേതാവാണ് ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്നത്. അന്നേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് വേണ്ടി സജീവമാണ്, നിരന്തരം മണ്ഡലങ്ങളിൽ സാന്നിധ്യമായിരുന്നു അവിടെ എന്നുള്ളതാണ്. പക്ഷെ നോക്കൂ, അപ്പോഴൊന്നും നമ്മളൊന്നും ഒരിടത്തും കണ്ടിട്ടില്ല ചാണ്ടി ഉമ്മൻ ഒരു നേതാവ് എന്ന രീതിയിൽ പ്രസംഗിക്കുന്നതോ ഏതെങ്കിലും തരത്തിൽ ചാണ്ടി ഉമ്മനെ ഉമ്മൻചാണ്ടി പ്രൊജക്ട് ചെയ്യുന്നതോ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ചാണ്ടി ഉമ്മൻ്റെ പ്രവർത്തനങ്ങളൊക്കെ സൈലൻ്റ് ആയിരുന്നു. നമ്മൾ തന്നെ നിരീക്ഷിച്ചറിഞ്ഞതാണ്. അവിടുത്തെ വോട്ടർമാരോട് ചോദിച്ചാൽ, കഴിഞ്ഞ നമ്മുടെ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് പോയപ്പോൾ അവിടുത്തെ വോട്ടർമാർ പറഞ്ഞ കാര്യങ്ങളാണ്. ചാണ്ടി ഉമ്മനെ നിങ്ങൾ അറിയുന്നത് പോലെയല്ല, അവിടെ പല വാർഡുകളിലും ചാണ്ടി ഉമ്മൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലടക്കം. ഞാൻ ഉദാഹരണം പറയാം. 2003 ഒരു ബൈ ഇലക്ഷൻ നടക്കുന്നുണ്ട് തിരുവല്ലയിൽ. ആ തിരുവല്ലയിൽ ബൈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ എലിസബത്ത് മാമനാണ് സ്ഥാനാർത്ഥി. ആ എലിസബത്ത് മാമന് വേണ്ടി പുതുപ്പള്ളിയിൽ നിന്ന് അന്ന് KSUവിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഈ ചാണ്ടി ഉമ്മൻ പോയി പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇവിടം മുതൽ തുടങ്ങുന്ന എത്രയെത്ര തെരഞ്ഞെടുപ്പ് അനുഭവങ്ങളിലൂടെയാണ് ചാണ്ടി ഉമ്മൻ കടന്നുപോയിരിക്കുന്നത്. ആ ചാണ്ടി ഉമ്മനെ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരുമ്പോൾ ഒരു MLA കൂടിയായ ചാണ്ടി ഉമ്മനെ, ഇത്രയും അധികം ഭൂരിപക്ഷത്തിൽ ജയിച്ച ചാണ്ടി ഉമ്മനെ എന്തുകൊണ്ടാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കാതെ പോകുന്നത് എന്നുള്ളത് സ്വാഭാവികമൊരു കാര്യമല്ലേ? ഇതാണ് ചോയ്സിൻ്റെ ഒരു പ്രശ്നം. അതാണെന്നേ, ഈ ചോയ്സ് ഇല്ലാതെ പോകുന്നത് എങ്ങനെയാണ്? 2005 കൊച്ചി ഇലക്ഷൻ, ബൈ ഇലക്ഷൻ വരുന്നു, ലോക്സഭ ബൈ ഇലക്ഷൻ. അന്ന് മത്സരിക്കാൻ വരുന്നുണ്ട്, അന്ന് ജോണിനോടൊപ്പം മത്സരിക്കാൻ വരുന്നുണ്ട്, പ്രചരണത്തിൽ പങ്കെടുക്കാൻ വരുന്നുണ്ട്. അങ്ങനെ നിരവധി തെരഞ്ഞെടുപ്പുകളിൽ തന്നെ സാന്നിധ്യമായ ചാണ്ടി ഉമ്മനെ അവഗണിച്ചുകൊണ്ട് വളരെ സെക്കുലറായ ക്രെഡൻഷ്യൽ, ഇപ്പോഴും ചാണ്ടി ഉമ്മൻ്റെ ക്രെഡൻഷ്യൽ അത് തന്നെ. ഇന്നിപ്പോൾ ഓർത്തഡോക്സ് സഭ വന്നു. നിങ്ങൾ നോക്കൂ, ചാണ്ടി ഉമ്മൻ അവിടെ കിട്ടുന്ന സ്വീകാര്യത ചെറുതല്ലല്ലോ ആ അർത്ഥത്തിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് ചാണ്ടി ഉമ്മൻ വേണോ അതല്ല സന്ദീപ് വാര്യർ വേണോ എന്നുള്ള ചോദ്യത്തിന് സന്ദീപ് വാര്യർ മതി എന്ന അപകടകരമായൊരു സാഹചര്യം ഒരു തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്. അത് ശരിയായില്ല, നീതിപൂർവകമല്ല എന്നുള്ളതാണ് ഇതിനെ നിരീക്ഷിക്കുന്ന ഒരാളെന്നതിൽ എനിക്ക് പറയാനുള്ളത്. ചാണ്ടി ഉമ്മൻ ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു. ചാണ്ടി ഉമ്മൻ നേതൃത്വത്തോട് പറഞ്ഞിരിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ചാണ്ടി ഉമ്മൻ്റെ അച്ഛൻ, അതായത് ഉമ്മൻചാണ്ടിയെ നിയമസഭയിൽ അടക്കം എപ്പോഴും സംരക്ഷിച്ചു പിടിച്ചിരുന്നതാണ് ശിവദാസൻ നായർ. ശിവദാസൻ നായർ
നിങ്ങൾക്ക് പാർട്ടിയുടെ വൈസ് പ്രസിഡൻ്റായിട്ട് പരിഗണിക്കണം എന്നുള്ളൊരു ഓപ്ഷൻ മുന്നോട്ട് വെച്ചു. സ്വാഭാവികമാണ്. അത് ചെയ്തില്ലെന്ന് മാത്രമല്ല, അവിടെ നിന്നുള്ള മറ്റൊരു നേതാവിൻ്റെ പേര് അവർ പരിഗണിച്ചു, മോഹൻരാജ്. സ്വന്തം പേര് പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, അതായത് നിങ്ങൾ നിർത്തി അപമാനിക്കുകയല്ലേ എന്ന് പറയുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അദ്ദേഹം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അഖിലിൻ്റെ പേര് നിർദ്ദേശിച്ചു, പരിഗണിച്ചില്ല. അതേപോലെ ഈ ശിവദാസൻ നായരുടെ പേര് നിർദ്ദേശിച്ചു, നടന്നില്ല. ഹുസൂറിൻ്റെ പേര് നിർദ്ദേശിച്ചു, അത് നടന്നില്ല. ഒരാളുടെ പേര് നടന്നില്ലെന്ന് മാത്രമല്ല, ചാണ്ടി ഉമ്മൻ തന്നെ ഈ പറയുന്ന ടീമിൽ നിന്ന് പുറത്താവുന്ന സാഹചര്യമുണ്ട്. ഇതെങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക? എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക? വർഗീയത വിളമ്പിക്കൊണ്ടിരുന്ന ഒരാളെ വെറും 6-7 മാസത്തെ പരിചയം കൊണ്ട് ജനറൽ സെക്രട്ടറിയാക്കി മാറ്റുക. എന്നാൽ 1/4 നൂറ്റാണ്ട് കാലം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൽ സജീവ സാന്നിധ്യമായിരുന്നൊരു നേതാവിനെ ആ നേതാവ് പറഞ്ഞ പേരുകൾ വെട്ടി ആ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കാതെ മാറ്റി നിർത്തുക, വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കാതെ മാറ്റി നിർത്തുക, അത് അത്യന്തം അനീതി തന്നെയാണ് എന്നുള്ളതാണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. ഇനി അടുത്ത അതൃപ്തിക്കാരനുണ്ട്. അതൃപ്തി നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് കെ മുരളീധരൻ അവിടെ ചടങ്ങിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ പരിപാടി നീണ്ടു പോവുകയാണ്. കെ മുരളീധരൻ അവിടേക്ക് എത്തുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ കെ മുരളീധരൻ തന്നെ ക്യാപ്റ്റനായ ഒരു പരിപാടിയിൽ കെ മുരളീധരൻ ഇന്ന് പങ്കെടുക്കില്ല എന്നറിയിച്ചിരുന്നു. അത് അദ്ദേഹം വിശദീകരിക്കുന്നത് ആരോഗ്യ കാരണങ്ങളാണെങ്കിലും പല രീതിയിൽ ഇതിന് വ്യാഖ്യാനങ്ങൾ വരാം. പക്ഷേ കെ മുരളീധരന് സ്വാഭാവികമായ അതിർത്തി ഉണ്ടാവും. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹാരിസിൻ്റെ പേര് മാത്രമല്ല, മരിയാപുരം ശ്രീകുമാറിൻ്റെ പേര് പറഞ്ഞിരുന്നു, പക്ഷെ പരിഗണിച്ചില്ല. ഈ ഹാരിസിൻ്റെ പേര് പറഞ്ഞു, പരിഗണിച്ചില്ല. ജോസ് വള്ളൂർ, പ്രേക്ഷകർക്ക് അറിയാമല്ലോ, തൃശ്ശൂരിലെ തന്നെ പരാജയത്തിന് കാരണക്കാരെന്ന് കരുതുന്ന ഒരാൾ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരികയും താൻ പറഞ്ഞ മരിയാപുരം ശ്രീകുമാറിനെയും ഹാരിസിനെയും വെട്ടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും കെ മുരളീധരൻ അതിനകത്തൊരു സങ്കടമുണ്ടാവും, അതൃപ്തി ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. ഇന്നിപ്പോൾ വലിയ രീതിയിൽ UDF കണക്കാക്കുന്ന ഒരു പൊളിറ്റിക്കലായ ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റായിരുന്നു ശബരിമലയിലെ സ്വർണ്ണമോഷണത്തെ പ്രതിരോധിക്കാനുള്ള നീക്കം. അതിൻ്റെ സമാപന സമ്മേളനത്തിൽ അദ്ദേഹം മാറി നിൽക്കുന്നു എന്നുള്ളത് എങ്ങനെ വ്യാഖ്യാനിച്ചാലും അതിന് കെ മുരളീധരൻ പറഞ്ഞാൽ പോലും വ്യാഖ്യാനിക്കപ്പെടുക ഈ പുനഃസംഘടനയുടെ പശ്ചാത്തലത്തിലായിരിക്കും എന്നുള്ളതാണ്. മറ്റൊന്ന് കെ സുധാകരൻ നേരത്തെ പറഞ്ഞു, രമ്യ ഹരിദാസിന്റെ പേര് അതിനകത്തുണ്ട്, പക്ഷേ റിജിൽ മാക്കുറ്റിയുടെ പേരില്ല എന്നുള്ളത്. VD സതീശന്റെ കാര്യത്തിൽ ചെമ്പഴന്തി അനിലിനെ DCC പ്രസിഡന്റാണ്, സ്വാഭാവികമായും KPCC ജനറൽ സെക്രട്ടറി ആകേണ്ടതാണ്. പക്ഷേ ചെമ്പഴന്തി അനിലിനെ ആക്കിയില്ല. അത് സ്വാഭാവികമായും VD സതീശന് അതൃപ്തി ഉണ്ടാവുക. നൗഷാദ് അലി അതേസമയം മലപ്പുറത്ത് നിന്ന് വന്നിട്ടുണ്ട് താനും. ഇനി അപ്പോൾ ഈ നേതാക്കൾക്കൊക്കെ അതൃപ്തി ഉണ്ടാവാനുള്ള കാരണങ്ങൾ ഇതാണ്. ഇത് ആലോചിക്കണം പ്രിയപ്പെട്ട പ്രേക്ഷകർ. ഇത് KPCCയുടെ പുനഃസംഘടന മാത്രമേ ആയിട്ടുള്ളൂ. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിർണ്ണയം വരാൻ പോവാണ്. അത് കഴിഞ്ഞാൽ നിയമസഭാ സീറ്റ് നിർണ്ണയം വരാൻ പോവാണ്. KPCC പുനഃസംഘടനയിൽ തന്നെ ഇതാണ് സംഘട്ടനമെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ആ പാർട്ടി വളരെ കൃത്യമായി തന്നെ 2026 തിരഞ്ഞെടുപ്പിൽ കരുത്തോടുകൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു വരട്ടെ എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പുകൾ ഉപഗ്രഹ കേന്ദ്രീകൃതമാവുന്നു, ഗ്രഹങ്ങളെ കേന്ദ്രീകരിച്ചാവുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ആ പാർട്ടിയുടെ ദൗർബല്യവും എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ ചുക്കാൻ പിടിച്ച് നിൽക്കുന്നത് സംശയമൊന്നുമില്ലാതെ KC വേണുഗോപാലാണ്. KSUവിൽ ആധിപത്യം, യൂത്ത് കോൺഗ്രസിൽ ആധിപത്യം, മഹിളാ കോൺഗ്രസിൽ ആധിപത്യം, കേരളത്തിലെ ഇപ്പോൾ KPCC പുനഃസംഘടനയിലും ആധിപത്യം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിങ്ങനെ പോയാൽ എവിടെ എത്തി നിൽക്കുമെന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ കാണാം. KPCC പുനഃസംഘടനയിൽ അതൃപ്തർ അനേകമോ എന്നാണ് ചോദ്യം. ജിമ്മി, കരയാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ. അങ്ങനെയാണ് കോൺഗ്രസിലെ എല്ലാ കാലത്തെയും അടികളെ നമ്മൾ കണ്ടത്. നമ്മൾ എത്രയോ കാലമായി എത്രയോ തെരഞ്ഞെടുപ്പുകളിലും സംഘടനാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മളിത് കണ്ടുകൊണ്ടേയിരിക്കുന്നതാണ്. ഒരു കാലത്ത് കെ കരുണാകരനും AK ആന്റണിയും തമ്മിലുള്ള വലിയ പടയോട്ടങ്ങൾ, അവിടെയാണ് നമ്മുടെ മാധ്യമപ്രവർത്തനമൊക്കെ തുടങ്ങുന്ന കാലത്ത് ഇതാണ് സീൻ. അതിനുശേഷം I ഗ്രൂപ്പിനകത്ത് സ്പ്ലിറ്റ് ഉണ്ടാകുന്നു, A ഗ്രൂപ്പിൽ സ്പ്ലിറ്റ് ഉണ്ടാകുന്നു, പുതിയ ആളുകൾ വരുന്നു, കെ കരുണാകരൻ പുറത്തു പോകുന്നു. അന്നൊക്കെ എല്ലാ ദിവസവും ഒരുപക്ഷെ മീഡിയ അഡ്രസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതല്ലാതെ വേറൊരു വിഷയം ചർച്ച ചെയ്യാനുണ്ടാവില്ല. അത് മാത്രമേ ഉള്ളൂ. അങ്ങനെയായിരുന്നു കോൺഗ്രസിൻ്റെ കാലം. കോൺഗ്രസിൻ്റെ ഒരു രീതിയും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, അന്ന് 2 ഗ്രൂപ്പുകളാണ്. ആ 2 ഗ്രൂപ്പുകളുടെ പരാതിയാണ് പുറത്തു വരിക. ആ ഗ്രൂപ്പിനകത്തുള്ള പ്രശ്നങ്ങൾ നമ്മൾ അറിയില്ല. ഒരു പക്ഷേ അവസാനം കെ കരുണാകരൻ്റെ തീരെ നിന്ന് കെ മുരളീധരൻ വരുമ്പോഴേക്കും പൊട്ടിത്തെറിച്ചുകൊണ്ട് തിരുത്തൽവാദികൾ ഉണ്ടാകുമ്പോഴാണ് ഗ്രൂപ്പിനകത്തുള്ള ഒരടി ചർച്ചയിലേക്ക് സജീവമായി വരുന്നത്. അതുവരെ 2 പടനായകന്മാർ നിന്ന് പട നയിക്കുന്നതാണ് അവരുടെ പരാതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ആ ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് മാറുന്നു, ഈ ഗ്രൂപ്പിൽ നിന്ന് അങ്ങോട്ട് മാറുന്നൊക്കെയാണ് പിന്നെ നടക്കാനുള്ള സാധ്യത. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ്സിൽ എത്ര ഗ്രൂപ്പാണ്? അപ്പോൾ എല്ലാവർക്കും പരാതിയാണെന്നുള്ളതാണ് ഇതിനകത്ത് ഇപ്പോഴത്തെ ഒരു അടിസ്ഥാനപരമായ പ്രശ്നം. മുമ്പ് 1-2 ഗ്രൂപ്പായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എത്ര ഗ്രൂപ്പ് വേണമെങ്കിലും എണ്ണിയെടുക്കാം. ചാണ്ടിയുമ്മന് വരെ ഗ്രൂപ്പായി. ഇതാണ് സീൻ. അപ്പോൾ ഈ യുദ്ധം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്യുമ്പോൾ അത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പദവികളിലേക്ക് OG ജനീഷ് വരുമ്പോഴായിരുന്നു നമ്മുടെ വിഷയം. അന്ന് ആരൊക്കെയാണ് പരാതിക്കാർ? അന്ന് പരാതി കൊടുത്തു കേന്ദ്ര നേതൃത്വത്തിന് A ഗ്രൂപ്പും I ഗ്രൂപ്പും. അത് അബിൻ വർക്കിയുടെ കാര്യത്തിലായിരുന്നു I ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. അതായിരുന്നു ഏറ്റവും ഗൗരവമായ പരാതി. ഇപ്പോൾ ഇന്ന് KPCC ഭാരവാഹി പട്ടികയുടെ ഇത് വരുമ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പുകാരെ കാണുന്നില്ല. നിങ്ങൾ രമേശ് ചെന്നിത്തലയെ കണ്ടോ? ഇല്ല. A ഗ്രൂപ്പിനും
ഞാൻ പറഞ്ഞ ബെന്നി ബെഹനാൻ്റെ കീഴിലുള്ള ഗ്രൂപ്പിന് ഇന്ന് പരാതിയില്ല. അവിടെ അന്ന് പരാതിയില്ലാതിരുന്ന വി.ഡി. സതീശൻ, കെ. സുധാകരൻ മുതലായ ആളുകളാണ് ഇപ്പോൾ പരാതിക്കാർ. അന്ന് പരാതിക്കാർ എയും ഐയുമാണ്. ഇപ്പോൾ KPCC പുനഃസംഘടന വരുമ്പോൾ എയ്ക്കും ഐക്കും പരാതിയില്ല. അവരെ പല രീതിയിൽ സെറ്റിൽ ചെയ്തു, പല പദവികളിലും പരിഗണിക്കപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് എ ഗ്രൂപ്പിൻ്റെ കാര്യത്തിലും ഐ ഗ്രൂപ്പിൻ്റെ കാര്യത്തിലും അവർ പറഞ്ഞ പല പേരുകളും അവർ സ്വീകരിച്ചു എന്ന് പറയുന്നു. അപ്പോഴേക്ക് നമുക്ക് മനസ്സിലാകുന്നതാണ് ഈ ഗ്രൂപ്പിലൊന്നും പെടാത്ത ആളുകളാണ് ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് വി.ഡി. സതീശനാണ്, അത് കെ. സുധാകരനാണ്, അതുപോലെ തന്നെ മുരളീധരനാണ്. ഞാൻ ചാണ്ടി ഉമ്മനെ അതിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കളുടെ കാര്യം ആദ്യം പറയാം. ഇവർക്കെല്ലാം നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇവർക്കെല്ലാം അവരവരുടേതായ പേരുകളുണ്ടായിരുന്നു. റെക്കമെൻഡേഷൻ രാഷ്ട്രീയം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ എല്ലാ കാലത്തെയും കൂടപ്പിറപ്പാണ്. അപ്പോൾ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്ത ആളുകൾക്കും ഞങ്ങൾക്കും ഓരോരോ പദവികൾ വേണം എന്നുള്ളതാണ് ഇതിനകത്തെ കാര്യം. ആ പദവികളിലേക്കൊന്നും വന്നില്ല. പ്രത്യേകിച്ച് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 13 ആളുടെ 5ഉം കെ.സി. വേണുഗോപാൽ കൊണ്ടുപോയി. കെ.സി. വേണുഗോപാലാണ് എല്ലാത്തിനകത്തും പ്രധാനമായിട്ട് സീറ്റുകളെല്ലാം എടുത്തുകൊണ്ട് പോയത്. ഇതുതന്നെയായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിലേക്ക് വരുമ്പോഴും അതിന് മുമ്പുണ്ടായിരുന്ന KSU മഹിളാ കോൺഗ്രസിൻ്റെ കാര്യത്തിലും തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഇവരെല്ലാം KC ഗ്രൂപ്പിലേക്ക് മാറി. ആരൊക്കെയാണ് ഇനി KC ഗ്രൂപ്പിലുള്ളത്, ശരിക്കും ഉള്ളത് ദൈവത്തിന് പോലും അറിയാത്ത അവസ്ഥയാണ്. എല്ലാവർക്കും വേണമെങ്കിൽ KC ഗ്രൂപ്പ് ആകാം എന്നുള്ളതാണ് ഒരു പുതിയ സീൻ. അപ്പോൾ ഈ നേതാക്കൾക്കെല്ലാമുള്ള പ്രശ്നം അത് എ ഗ്രൂപ്പ് ആയാലും ഐ ഗ്രൂപ്പ് ആയാലും ഈർക്കിൽ ഗ്രൂപ്പുകളായ വി.ഡി. സതീശൻ്റെയും കെ. സുധാകരൻ്റെയും അതുപോലെ തന്നെ മുരളീധരൻ്റെയും പ്രശ്നം അവരുടെ എക്സിസ്റ്റൻസ് ചലഞ്ച് ചെയ്യപ്പെടുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ 140 MLA സ്ഥാനമേ ഉള്ളൂ പരമാവധി നിങ്ങൾക്ക് കൊടുക്കാൻ. അതിൽ കുറേ ലീഗൊക്കെ കൊണ്ടുപോയാൽ പിന്നെ വിജയസാധ്യത നോക്കിയാൽ 60-70 സീറ്റുകളേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളെ നിങ്ങൾ എത്ര പേർക്ക് തിരികെ പറ്റും? അപ്പോൾ അണികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദവികൾ അത് KPCC ഭാരവാഹി പദവിയാണ്. അതുകൊണ്ടാണ് വി.ഡി. സതീശൻ അടക്കമുള്ളവർ പറഞ്ഞത് സെക്രട്ടറി പദവിയിലേക്ക് ആളുകളെ തിരഞ്ഞെടുത്തില്ല. സെക്രട്ടറി പദവിയാണ് ഏറ്റവും കൂടുതലുള്ളത്. അങ്ങനെ പരമാവധി ആളുകളെ അവർ തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ നിർത്തി തങ്ങളുടെ ഒരു ഗ്രൂപ്പ്, തങ്ങളുടെ ഒരു സംഘം സംരക്ഷിക്കുക എന്നുള്ളതാണ്. അത്ര മാത്രമേ ഇതിനകത്ത് കാണേണ്ടതുള്ളൂ. അതിനകത്ത് ആരെക്കുറിച്ചും വലിയ ദുഃഖമോ അയ്യോ അനീതിയായിപ്പോയെന്നോ പറയേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഇതെല്ലാം അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ അവരവരുടെ താല്പര്യക്കാരുടെ അവരെ താങ്ങുന്നതിൻ്റെ കാര്യമാണ്. ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ മറ്റേ ഗ്രൂപ്പിലേക്ക് പോകുമ്പോഴേക്കും അയാളുടെ ക്രെഡൻഷ്യൽ മുഴുവൻ ഇല്ലാതാവുകയും ഈ ഗ്രൂപ്പ് നേതാവ് അയാൾക്ക് കൊണ്ട് സംസാരിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് ഐ ഗ്രൂപ്പിൻ്റെയും എ ഗ്രൂപ്പിൻ്റെയും കേരളത്തിലെ കോൺഗ്രസിൻ്റെയും രീതി. അതിന് റുത്ത്ലെസ് ഫൈറ്റാണ്. അപ്പോൾ പിന്നെ നമ്മൾ ആർക്ക് വേണ്ടിയാണ് ഈ വാദിക്കുന്നത്? നമ്മൾ എന്തിനായി ദുഃഖിക്കുന്നത്? ഇത് കോൺഗ്രസിൻ്റെ ഒരു കൾച്ചറാണ്, ഇത് കോൺഗ്രസിൻ്റെ ഒരു രീതിയാണ്. അതിങ്ങനെ തന്നെ തുടരുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യം. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി എന്താണ്? ചാണ്ടി ഉമ്മനെ കഴിഞ്ഞ വർഷത്തെ പരാതിയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് അദ്ദേഹത്തെ ഒരു പദവി ഓർമ്മ ദിവസം അച്ഛൻ മരിച്ച ദിവസം ഓർമ്മ ദിവസം അദ്ദേഹത്തിനെ പദവിയിൽ നിന്ന് കളഞ്ഞു. കോൺഗ്രസിൽ ഇതൊക്കെ എത്രയോ KPCC പ്രസിഡന്റിനെ രായ്ക്ക് രാമാനും എടുത്ത് പള്ളേ കളഞ്ഞ പാർട്ടിയാണ്. ഒരു കെ. മുരളീധരൻ KPCC പ്രസിഡന്റ് ആകുമ്പോൾ തെന്നലെ ആരും അറിഞ്ഞില്ല. ഇതാണ് ഈ കോൺഗ്രസിൽ. അതുകൊണ്ട് ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചോളം ചാണ്ടി ഉമ്മൻ ഒന്നുമില്ലെങ്കിൽ MLA എങ്കിലുമാണ്. അദ്ദേഹത്തിന് മാധ്യമ ശ്രദ്ധയും ഒക്കെ കിട്ടുന്നുണ്ട്. ചാണ്ടി ഉമ്മൻ്റെ പരാതിയിൽ ചാണ്ടി ഉമ്മൻ വരെ ഗ്രൂപ്പ് ചാണ്ടി ഉമ്മൻ്റെ ആളുകൾ ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നത് രസകരമായൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഗ്രൂപ്പിൻ്റെ ആളുകളായി മാറിക്കഴിഞ്ഞതേ. ഇതിനകത്ത് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? ഞാൻ വിചാരിക്കുന്നത് ഈ പരാതികളും പരിഭവങ്ങളും അത് കെ. മുരളീധരൻ്റെ ആയാലും വി.ഡി. സതീശൻ്റെ ആയാലും ഒക്കെ ഇന്നത്തേത് കൊണ്ട് അവസാനിക്കാൻ പോവുകയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഈ വിഷയം നമ്മൾ കണ്ടതുപോലെ നമ്മൾ കേൾക്കുന്നതില്ലല്ലോ. ഒരു ബഹളം ഉണ്ടായി, അത് അവസാനിച്ചു. KPCC സംഘടനാ ഭാരവാഹികളുടെ പട്ടിക വരുന്നു, ഇന്നൊരു വലിയ പരാതി ഉണ്ടാകുന്നു. അതിപ്പോൾ നേരത്തെ സ്മൃതി പറഞ്ഞ പോലെ സുധാകരൻ പറഞ്ഞത് ശരിക്കും ഇനി അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആളുകളെല്ലാം വന്നു എന്നാണോ ഉദ്ദേശിച്ചത്, വന്നില്ല എന്നാണോ ഉദ്ദേശിച്ചത്, എന്താണെന്ന് നമുക്കറിയില്ല. നമുക്കിത് ഗ്രൂപ്പുകാരുടെ എണ്ണം കൂട്ടിയാൽ ആരൊക്കെ കൂടെ ഉണ്ടെന്ന് കൂട്ടിയാൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കൺഫ്യൂഷൻ ആവുള്ളൂ. കാരണം ഇന്ന് കാണുന്ന ആളല്ല നാളെ നിൽക്കുന്ന ആൾ. നമ്മളിത് എന്താണ് ഈ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? ഇതൊന്നുമില്ലെന്നേ. ഇതൊരു ആൾക്കൂട്ട പാർട്ടിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇത്തരം പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ കോൺഗ്രസിൽ വളരെ സ്വാഭാവികമായി എത്രയോ കാലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഗ്രൂപ്പുകളുടെ എണ്ണം കൂടിയതുകൊണ്ട് പരാതിക്കാരുടെ എണ്ണവും കൂടിയിരിക്കുന്നു, കരയാനുള്ള ആളുകളുടെ എണ്ണവും കൂടിയിരിക്കുന്നു. അത് പരസ്യമായി കരയുന്നു എന്നുള്ളതാണ്. പണ്ട് AK ആൻ്റണിയും കെ കരുണാകരൻ്റെയും കീഴിൽ ഈ പരാതികളെല്ലാം തീരുകയും അവരായിരിക്കും എന്തെങ്കിലും ആവശ്യമെന്നാൽ സംസാരിക്കുകയും ചെയ്യുക. ഇപ്പോഴതല്ല. അതിനപ്പുറം ഒന്നും ഇതിനകത്ത് വേറെ ഒന്നുമില്ലെന്നേ. അത്രയേ ഉള്ളൂ. ഞാൻ വിചാരിക്കുന്നത് ഈ തർക്കവും ഇവിടെ അവസാനിക്കുകയാണ്. ഇത് തീരുകയാണ്. ഇനി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അതാണ് ഏറ്റവും ക്രൂഷ്യൽ. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമുക്ക് ഇതുപോലെ ട്രാക്ക് റെക്കോർഡിൽ ഇടതുമുന്നണി വൻ വിജയം കൊയ്യുന്ന തിരഞ്ഞെടുപ്പുകളാണ് സ്ഥിരമായി. ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അതുപോലെ എങ്ങാനും സംഭവിച്ചാൽ ഇന്ന് ഈ കിടന്ന് ബഹളം വെച്ചവരും
ഈ പരിപാടിക്ക് പങ്കെടുക്കുമെന്ന് പറയുകയും പിന്നെ വരാതിരിക്കുകയും പിന്നീട് വന്നെന്ന് പറഞ്ഞവരും ഇന്ന് മാധ്യമങ്ങളോട് പൊട്ടിത്തെറിച്ച നേതാവുമൊക്കെ കണക്ക് പറയേണ്ടി വരും. കാരണം ഇതൊരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിലൊക്കെ നിൽക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഈ നാടകം കളിച്ച് ഇങ്ങനെ ഈ അവസരം കളഞ്ഞു കുളിക്കുക എന്നുള്ളതിൻ്റെ തുടക്കമായിരിക്കും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ തോറ്റാൽ. അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കില്ല സ്ഥിതി. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ക്ഷമ ഈ പുതിയ ഗ്രൂപ്പ് നേതാക്കളും ഗ്രൂപ്പ് നേതാവാണെന്ന് കരുതുന്നവരും ഒക്കെ ഓർത്താൽ നല്ലത്. ഇത് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാഹചര്യം നിൽക്കുമ്പോൾ ഇങ്ങനെ കളിച്ചു തീർക്കാനുള്ളതല്ല എന്നുള്ളത് കേരളത്തിലെ നേതാവും വിചാരിക്കണം. ഒപ്പം ദേശീയ ഹൈക്കമാൻഡ് എന്ന് ഇന്നിപ്പോൾ അറിയപ്പെടുന്ന KC വേണുഗോപാലും ഓർക്കണം. ഓക്കെ, അതൃപ്തർ അനേകമോ എന്നതായിരുന്നു ചോദ്യം. 4 പേരുടെയും അഭിപ്രായം യെസ് എന്നാണ്. Meet the editors.